ഹലോ ഗായ്സ്, ഞാനുള്ളത് ദുബായിലെ മുഷ്രിഫ് പാർക്കിലാണ്. കുറച്ചു ദിവസങ്ങളായി നല്ലൊരു ഹൈക്കിംഗ് ചെയ്തിട്ട്. അപ്പോൾ മുഷ്രിഫ് പാർക്കിൽ 2 വർഷം മുമ്പ് ആരംഭിച്ച ഒരു മൗണ്ടൻ ട്രയൽ ഉണ്ട്, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നതാണ്. മുഷ്രിഫ് പാർക്കിലെ മെയിൻ ഗേറ്റ് എത്തുന്ന മുമ്പ് റൈറ്റ് സൈഡിൽ ഒരു വിശാലമായ പാർക്കിംഗ് കാണാം. അവിടെ വണ്ടി പാർക്ക് ചെയ്യുക. വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് മുൻപോട്ട് നടന്നു വരാം. അപ്പം നടന്നു പോകുന്ന വഴി ഇതാണ്. സൈക്കിളും കൊണ്ട് വരുന്നവരാണെങ്കിൽ സൈക്കിളും കൊണ്ട് അതുവഴി ഇങ്ങനെ പോകാം. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് വരുന്നത് അവിടെ എവിടെയാണ്. ഞാൻ രാവിലെ 8 മണിക്ക് എത്തുമ്പോഴേക്കും ഇവിടുത്തെ പാർക്കിംഗ് ഏകദേശം നിരവധി വാഹനങ്ങളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. വരുന്ന ഓരോ വാഹനങ്ങളും വ്യത്യസ്ത തരത്തിലുള്ള സൈക്കിളുകളുമായിട്ടാണ് വരുന്നത്. ഞാൻ ഇവിടെ കണ്ട ഒരു മനോഹരമായിട്ടുള്ള ഒരു ഫോർഡിൻ്റെ ഓൾട്രേഷൻ ചെയ്ത ഒരു വാഹനമായിരുന്നു ഇത്. ഇതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിലെ ഒരു ഇംഗ്ലീഷുകാരനായിരുന്നു, അമേരിക്കക്കാരനാണെന്ന് തോന്നുന്നു. മൂപ്പരുമായി പരിചയപ്പെട്ടു. മൂപ്പരും ഒരു അടിപൊളി സൈക്കിളും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മൂപ്പര് പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഡ്രസ്സിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പം അദ്ദേഹം എന്നെ വന്ന് പരിചയപ്പെട്ടു. എന്നോട് പറഞ്ഞു വണ്ടിക്കകത്ത് കയറി നോക്കിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഇന്റീരിയറൊക്കെ ഒന്ന് നോക്കി. സൂപ്പർബായിരുന്നു. ഇവിടെ നിന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് കഫേകളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. അവിടെ നമുക്ക് നമ്മുടെ സൈക്കിൾ പാർക്ക് ചെയ്യാനും പറ്റും. അതുകൂടാണ്ട് നമുക്ക് സൈക്കിള് റെന്റിന് എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ ഇവിടെ തന്നെ അവർ കുറച്ച് ട്രാക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് പമ്പ് ട്രാക്കും അതുപോലെ തന്നെ സ്കിൽ ഏരിയ, അതുകൂടാതെ ചെറിയ കുട്ടികൾക്കായിട്ടുള്ള ഒരു പ്രത്യേക ട്രാക്കൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ കുട്ടികളും ടീനേജേഴ്സൊക്കെ ഇങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടി എൻജോയ് ചെയ്യുന്നതും കാണാൻ വേണ്ടി കഴിയും. പിന്നെ ട്രാക്കിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ പോകുന്ന റൂട്ടിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഇവിടെ ലഭ്യമാകും. പിന്നെ ഈ കാണുന്ന വൈൽഡ് ആനിമൽസ് ഒന്നും ഹണ്ട് ചെയ്യാൻ പാടില്ല എന്നൊരു ബോർഡും വെച്ചിട്ട്. സൈക്കിൾ ഹൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. 2 ട്രാക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, 5 കിലോമീറ്ററിന്റെയും പിന്നെ 13.8 കിലോമീറ്ററിന്റെയും. നടന്നു പോകുന്നവർക്കായിട്ടുള്ള ഹൈക്കിംഗ് ട്രയൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അങ്ങനെ ഞങ്ങളുടെ ഹൈക്കിംഗ് ട്രയൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 8.5 കിലോമീറ്ററോളമാണ് ഈ ട്രയൽ ഉള്ളത്. ഏകദേശം 2 മണിക്കൂർ സമയമെടുക്കുമെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അങ്ങനെ ഒരു 15 മിനിറ്റ് പിന്നിട്ടിരിക്കുകയാണ്. ഇനി ഒരു ചെറിയൊരു കയറ്റം. അപ്പോൾ ഇവർ കയറ്റങ്ങളിലൊക്കെ ഇങ്ങനെ ചെറിയൊരു മരത്തിൻ്റെ സ്റ്റെപ്സൊക്കെ വെച്ചിട്ട് ഗ്രിപ്പ് തന്നിട്ടുണ്ട്, ഇതുപോലെ. ശരിക്കും ഞാൻ വരാൻ കുറച്ച് വൈകിപ്പോയി. ഒരു 6 o'clock തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ആ സമയത്ത് തന്നെ എത്തിക്കഴിഞ്ഞെങ്കിൽ സൺറൈസൊക്കെ കാണാൻ പറ്റും. ഞാൻ പിന്നെ എൻ്റെ വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് ഫാമിലിയൊന്നും വരുന്നില്ല. അപ്പം കുറച്ച് ഉറങ്ങി എഴുന്നേറ്റ് 8 മണിക്കോ മറ്റാണ് വിട്ടത്. നേരത്തെ വന്നെങ്കിൽ അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ സൈക്കിളുള്ളവർക്ക് സൈക്കിൾ കൊണ്ടുവരുന്ന സൈക്കിൾ ട്രാക്ക് പ്രത്യേകമായിട്ട് തന്നെ ഉണ്ട്, നേരത്തെ കാണിച്ചതുപോലെ. അതെല്ലാം ഇവിടെ നമുക്ക് സൈക്കിൾ റെൻറ്റിന് എടുക്കാൻ പറ്റും. കരീം ആപ്പ് വഴിയോ അല്ലെങ്കിൽ ഇതിനകത്തൊക്കെ സൈക്കിളും ഹെൽമെറ്റും എല്ലാം റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, സൈക്ലിംഗ് താല്പര്യമുള്ളവർക്ക് അതും ചെയ്യാം. നമ്മൾ ശരിക്കും നടന്നു പോകുന്ന വഴിയിലുണ്ടല്ലോ കുറേ ജീവികളെ കാണാം, കുറേ പക്ഷികളും. പക്ഷേ ഞാൻ UAE ഇത്രയധികം അണ്ണാനെ ഞാൻ ഇവിടെ ആയിരിക്കും ഒരു പക്ഷേ കണ്ടത്. ഒരുപാട് അണ്ണാൻ കുഞ്ഞുങ്ങളും അണ്ണാൻ ഫാമിലി ഇവിടെ ഈ മുഷ്രിഫ് പാർക്കിലുണ്ട്. ഞാൻ വന്നത് ഒറ്റക്കായി പോയി. ശരിക്കും ഒറ്റക്കുള്ള യാത്ര കുറച്ച് ബോറിംഗ് ആണ്. ഞാൻ മാത്രമേ ഇവിടെ ഒറ്റക്ക് വന്നതായിട്ട് കാണുന്നുള്ളൂ. എല്ലാവരും ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒറ്റക്കുള്ള യാത്ര കുറച്ച് ബോറിംഗ് ആണ്. ഇവിടെ ഒരു ക്രോസിങ് വരുന്നുണ്ട്. അതായത് ഇവിടുത്തെ മെയിൻ്റെനൻസിൻ്റെ, പാർക്കിൻ്റെ മെയിൻ്റെനൻസിൻ്റെ വണ്ടികളും അതുപോലെ തന്നെ ട്രക്കൊക്കെ പോകാനുള്ള ഒരു റോഡാണിത്. നമ്മൾ ക്രോസ് ചെയ്ത് വീണ്ടും പോവാണ്. ഇനി നമ്മൾ നല്ലൊരു ബ്രിഡ്ജിലൂടെ പോവാണ്. ഇതുവഴി പോയിട്ട് ബ്യൂട്ടിഫുൾ ബ്രിഡ്ജ്. ഓ, ഇത് ഷെയ്ക്കാന്നുണ്ട് കേട്ടോ. മൈ ഗോഡ്. നമ്മൾ ഈ പാലം കഴിഞ്ഞ് ഇതിൻ്റെ മുകളിലെത്തി കഴിഞ്ഞെങ്കിൽ നമ്മൾ പിന്നെ നല്ല ഹൈറ്റിലായി. നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് പക്ഷികളൊക്കെ നോക്കാം. നല്ല ഒരു കാറ്റൊക്കെ കിട്ടും ഇവിടെ നിൽക്കുമ്പോൾ. ഇനി ഈ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ദുർഘടം പിടിച്ച വഴിയാണ്. ഇതിൽ സ്ലോയിൽ പോകാനൊന്നും പറ്റൂല, സ്പീഡിൽ ഓടണം. മൈ ഗോഡ്. സൂപ്പർ കേട്ടോ.
എൻ്റെ കൂടെ വന്ന ആൾക്കാർ ഏകദേശം 6 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞ് കാണും ചിലപ്പം. ഞാൻ ഈ പയ്യെ നടക്കുകയാണ്. ഞാൻ ഓരോരോ പക്ഷികളെയും ഇതൊക്കെ കാണുമ്പോൾ അതിനെ നോക്കി അതിനെ ഷൂട്ട് ചെയ്തൊക്കെ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് പയ്യെ ചെല്ലാം. ഒരു ലഞ്ചെല്ലാകുമ്പോൾ തിരിച്ച് ചെല്ലണം എന്നാണ് ആഗ്രഹം. നിങ്ങൾ വരുമ്പോൾ ആവശ്യത്തിന് വെള്ളവും അതുപോലെ തന്നെ സ്നാക്സ് എന്തെങ്കിലും എടുത്തോട്ടെ. നമ്മളേക്കും 8 കിലോമീറ്റർ ദൂരമുള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ ഇത് മണൽ കുടിയാൽ നടത്തായതുകൊണ്ട് നമുക്ക് നടന്നാൽ മുമ്പോട്ട് നീങ്ങത്തില്ല. അപ്പോൾ വിശന്ന് കഴിഞ്ഞെങ്കിലും ദാഹിച്ച് കഴിഞ്ഞെങ്കിലോ കുടുങ്ങും. കാരണം വേറെ ഒന്നും കാണില്ല ഈ ഭാഗത്ത്, വെറും കാട് മാത്രമാണ്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം വരുന്നവർ. ഇത് പക്ഷിക്ക് വെള്ളം കൊടുത്തിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഈ 370 മീറ്റർ ഇങ്ങോട്ട് നല്ല റെഡ് സോണാണ്, ടഫസ്റ്റ് വേ ആണ്. ഇത് 6.7 കിലോമീറ്റർ ഇങ്ങോട്ട് ഈസിയാണ്. ടഫ് വേയിലേ പോയി നോക്കാം എന്താണെന്നുള്ളത്. ടഫ് എന്ന് വെച്ചാൽ അവർ കുറച്ച് കയറ്റമാക്കി വെച്ചിട്ടുണ്ട്, നല്ല ഇറക്കമാക്കി വെച്ചിട്ട് ഇതൊക്കെയാണെന്ന് തോന്നുന്നു എനിക്ക്. ഇത് വീഡിയോയിൽ അത്രത്തോളം ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല കയറ്റമുണ്ട്. ഇത് 370 മീറ്റർ ഇങ്ങനെ 370 മീറ്റർ അപ്പ് ആൻഡ് ഡൗൺ ചെയ്തിട്ട് മറ്റേ റോഡിലേക്ക് ജോയിൻ ചെയ്യുന്നതാണ്. ഏത് നോർമൽ ട്രാക്കിലേക്ക് തന്നെ ജോയിൻ ചെയ്യുന്നതാണ്. ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങാം, അതിനുശേഷം അതിൽ വീണ്ടും കയറും, അപ്പുറത്തെ വീണ്ടും ഇറങ്ങും, വീണ്ടും കയറും, എന്നിട്ട് ആ നോർമൽ റൂട്ടുമായിട്ട് ജോയിൻ ചെയ്യും. അത്ര ടഫ് വേണ്ട. ബൈ ബൈ. അടുത്ത പാലം എത്തിയിരിക്കുകയാണ്. ഇത് ചെറുതാണ്, അത്രത്തോളം വരില്ല. അടുത്ത പാലം 2.5 കിലോമീറ്റർ നടന്നതേ ഉള്ളൂ. 2,600. ഈ മണലായതുകൊണ്ടും തോന്നുന്നു നമുക്ക് നീങ്ങുന്നില്ല. നടന്നാലും നീങ്ങുന്നില്ല. ഇനി 5.5 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് തീരുമാനിക്കാം. തിരിച്ചു പോവുകയാണെങ്കിൽ 2,600, മുമ്പോട്ട് പോവുകയാണെങ്കിൽ 5,300. പക്ഷേ ഞാൻ 5,300 മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനിയിപ്പം അടുത്തൊരു പാലത്തിലേക്ക്. വലിയ മുട്ടി കയറുന്നില്ല. ഇവിടെ പിടിച്ചോണ്ട് കയറാം. ഇങ്ങനെ ഇത് കുത്തനെയുള്ള കയറ്റമായി പോയി. ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലമുണ്ട്, നല്ല തണുപ്പ് നൽകുന്നൊരു സ്ഥലമുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഈ മരം കണ്ട, ഇതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ പോയി കഴിയുമ്പോൾ ശരിക്കും നോക്കിയത് കണ്ടതാ. നാട്ടിലെ ആൽമരത്തിൻ്റെ ഇതുപോലെ സൂപ്പറാണ്. ഏരിയ കണ്ട. അങ്ങനെ ഇനിയിപ്പോൾ 1.5 കിലോമീറ്റർ കൂടിയേ ബാക്കിയുള്ളൂ. എത്താറായിരിക്കുകയാണ്. കുറച്ച് തഴബാനാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇരുന്ന് റെസ്റ്റ് എടുത്ത് വരികയാണ്. മൈ ഗോഡ്. അങ്ങനെ ലക്ഷ്യം പൂർത്തീകരിച്ച് താഴെ എത്തിയിരിക്കുകയാണ്. ഞാൻ ഏകദേശം ഒരു 3 മണിക്കൂറോളം എടുത്തിരുന്നു. അപ്പോൾ നിങ്ങളൊരു ടീമായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഉടനെ വരുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഗുഡ് ബൈ.